ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടെറസ് ഇപ്പം ബോഗൺവില്ലിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ഞാൻ ഒരു ദിവസം നനയ്ക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഇതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമുക്ക് ഈ രാവിലെ സമയത്തും ഒരു ഈവനിങ് സമയത്തും ടെറസിലേക്ക് നല്ല വൈബാണ് കേട്ടോ. കാരണം ഫുള്ള് നമ്മൾ ചുറ്റുഭാഗം ഫുള്ള് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ ബോഗൺവില്ല പല കളറിലിങ്ങനെ പൂവിട്ട് നിൽക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ്. അറിയാലോ, നമ്മൾ ബോഗൺവില്ലാസ് പ്രത്യേകിച്ച് പരിചരണങ്ങളും വേണം. നല്ല വെയിലാണ് അതിനാവശ്യം. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ ബോഗൺവില്ലകളും നല്ല വെയിലുള്ള സ്ഥലത്താണുള്ളത്. അപ്പം ഇത് പൂവിട്ട സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം തോന്നി. ഞാൻ കുറേ പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര തോനെ പൂവിട്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വ്യൂ കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടെ കയറിയാൽ കാണാൻ. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഓറഞ്ച് ബോഗൺവില്ല, ഇത് ഞാൻ ഒരേ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് കുറേ ചട്ടികളിലാക്കിയിട്ട് ഞാൻ നടും കേട്ടോ. നമ്മൾ മുറിച്ച് മാറ്റണ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അതൊക്കെ ഞാൻ ആ ചട്ടി തന്നെ കുത്തിയിട്ടാണ് ചെയ്യുക. ആ വെയിലത്ത് തന്നെ വെക്കുക ചെയ്യാൻ, തണലത്തേക്ക് മാറ്റി വെക്കൊന്നുമില്ല. പക്ഷേ എന്താ പിടിക്കാറുണ്ട് കേട്ടോ, വേഗം തന്നെ പിടിക്കാറുണ്ട്. എൻ്റെ ബോഗൺവില്ലകളൊക്കെ വേഗം തന്നെ പിടിക്കാറുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊരു ട്രിക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല. ജസ്റ്റ് നമ്മൾ മുറിച്ചിട്ട് ആ ചട്ടി തന്നെ കുത്തിയിടും. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നന കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ആ ചട്ടി തന്നെ വളരെ ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് ചില സമയത്ത് മാറ്റി നടാറില്ല. മാറ്റി നടാനുള്ളത് ഞാൻ വേറെ ചട്ടി തന്നെ നടുക ചെയ്യുക. എന്നിട്ട് പിന്നെ ആ ചട്ടിയോടെ തന്നെ മാറ്റി വേറെ ചട്ടിയിലേക്ക് വെക്കും. ആ ചട്ടീൻ്റെ ജസ്റ്റ് ആ നല്ല കട്ട പിടിച്ചിരിക്കുന്ന സമയത്ത് മണ്ണ് ജസ്റ്റ് അങ്ങനെ മാറ്റി വേറെ ചട്ടിയിലേക്ക് നടുക ചെയ്യും, വലിയ ചട്ടിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടി തന്നെ 2, 3, 4 കളറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ പൂവിടുന്ന സമയത്ത് നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു മോർണിംഗ് സമയത്ത് ഏത് ചെടിയായാലും ഏത് ലീഫായാലും കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ. പക്ഷേ നമുക്കതൊന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ചില സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സൊന്നും ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പം ഇതിനിടയിൽ ഒരു മഞ്ഞ കളറും കൂടെ വന്നപ്പം അധികം ഒരു വൈബായിട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഇതേപോലെ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മോക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഇടേണ്ടൊക്കെ വന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റാതായത്. ഇപ്പോൾ റെഗുലർ വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. റെഗുലർ വീഡിയോസ് ഇട്ടാലേ നമ്മുടെ ചാനൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്കിടാൻ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ മക്കൾക്ക് സ്കൂളായല്ലോ, മറ്റേ മിയായിരുന്നു എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവില്ലേ. ഇപ്പോൾ സ്കൂളും കൂടെ ആയപ്പോൾ LSSൻ്റെ കോച്ചിങ്ങെല്ലാം കൂടെ ആയിട്ട് ഓക്ക് ഒഴിവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ടെറസിൽ കയറിയ സമയത്ത് ഞാൻ ഫോണായിട്ട് കയറിയിട്ട് ഇതുപോലെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതൊന്നും കൂടാതെ നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെടീൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ആ പൂവിനൊക്കെ ഒന്ന് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ കുറേ ഫ്രീ ആവുന്നതായിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. തോന്നലല്ല, ശരി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ലോകത്തേക്ക് അങ്ങോട്ട് ഒതുങ്ങി കൂടുന്ന പോലെ ആവും. കാരണം എന്താ പറയുക, ചെടീൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈ പൂക്കളുടെയും ഈ പൂക്കളുടെയും ചെടികളുടെയൊക്കെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസായിട്ടുള്ളൊരു ലോകം തന്നെയാണ് കേട്ടോ. അത് എൻജോയ് ചെയ്യാനൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ നനച്ച് കൊടുക്കുമ്പോൾ അതേപോലെ പൂവോ കായോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ രസം, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെടിയായിരുന്നു എന്നുള്ളൊരിത് ഫോണിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിലെ മുറ്റത്ത് നടുക. അപ്പോൾ അതിനൊരു പൂക്കളുള്ള ചെടികളാണെങ്കിലും ഇലച്ചെടിയാണെങ്കിലും ഒക്കെ ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിലുണ്ടാകുന്നൊരു സന്തോഷമാണ്. അതിന് നമ്മൾ വെറുതെ കൊണ്ടിടാതെ ശരിക്കും നോക്കി പരിചരിച്ച് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ലോകം ആ ചെടിയിലേക്ക് അങ്ങോട്ട് ചുരുങ്ങിപ്പോവും. മക്കളുടെ ചിരിയിലേക്ക് ഒതുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഈ ചെടീൻ്റെ ലോകത്തേക്ക് ഒതുങ്ങിപ്പോവും ചില സമയത്ത്. അപ്പം എന്താ പറയുക, എനിക്കും തന്നെ ഒരുപാട് വിഷമഘട്ടങ്ങളിലൊക്കെ ഈ ചെടികൾ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചെടികളുടെ ഒരു ലോകത്ത് തന്നെയായിരുന്നു. കുഴപ്പമില്ല, അതൊരു നല്ല സംഭവം തന്നെയല്ലേ. ചെടീൻ്റെ ലോകത്തേക്ക് ചുരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇവർ നമുക്ക് വേണ്ടി, നമ്മൾ ഇസ്ലാമിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ചെടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദിക്ർ ചൊല്ലും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല വേറെ വിഷമിക്കാനും വിഷമങ്ങൾ ഓർക്കാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർക്കാനും നമുക്ക് സമയം ഉണ്ടാവില്ല.
അങ്ങനെ നമ്മൾ ഈ ചെടികളിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇതേപോലെ നമുക്ക് വെറുതെ ഇരിക്കാതെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ നമുക്ക് വേറെ വിഷമങ്ങളൊന്നും നമ്മൾ ബാധിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മുടെ ചെടികളും നമ്മുടെ ഏത് കാര്യങ്ങളിലാണോ എൻഗേജ്ഡ് ആയിട്ടുള്ളത് ആ ലോകത്തേക്ക് നമ്മളങ്ങോട്ട് സെറ്റാവും. ഞാൻ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഇതേപോലെ ചെടികൾ നോക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ നോക്കുന്നുണ്ട്, വീട്ടിലുള്ള പണികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിഷമിക്കാനൊരു സമയമില്ല, ഞാൻ എൻ്റെ ലോകത്ത് ബിസിയാണ്. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം, ഞാൻ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നൊരു ഹൗസ് വൈഫാണ്. അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ ഒരു പ്രാർത്ഥനയിലുണ്ടാവും. എന്താ പറയുക, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ഷെയറും കൂടെ ചെയ്യാൻ ഒരു കമൻറ്റും താഴെയിട്ട് വെച്ചാൽ ഏറെ സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 2 ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അന്ന് എന്തായാലും ഞാൻ 2 പേര് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.